ഹായ് ഫ്രണ്ട്സ്, നമസ്കാരം. നമ്മളിന്ന് പരിചയപ്പെടുത്തുന്നത് ഓൾറെഡി കുറേ ആളുകൾക്ക് പരിചയമുണ്ട്, എന്നാലും ചില ആളുകൾക്ക് പരിചയമില്ലാത്തവർക്ക് ഉപകാരപ്പെടുന്ന ഒരു റിമോട്ട് ഡെസ്ക്ടോപ്പ് കണക്ഷൻ ചെയ്യാൻ പറ്റുന്ന ഒരു വെബ്സൈറ്റിനെ കുറിച്ചിട്ടാണ്. വെബ്സൈറ്റ് അല്ല, ഒരു ആപ്ലിക്കേഷനാണ്. ഇതിൻ്റെ പേര് Anydesk ആപ്ലിക്കേഷനാണ്. ഇത് നമുക്ക് നമ്മളുടെ സിസ്റ്റം അതല്ലെങ്കിൽ നമുക്ക് ആക്സസിബിൾ ആയിട്ടുള്ള PC നമുക്ക് റിമോട്ടായിട്ട് ആക്സസ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഇൻ കേസ് നമ്മൾ വീട്ടിലാണ്, നമ്മളുടെ ഓഫീസിലെ സിസ്റ്റം നമുക്ക് ആക്സസ് ചെയ്യണം എന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ആപ്ലിക്കേഷൻ നമ്മളുടെ ഡെസ്ക്ടോപ്പിൽ ഇൻസ്റ്റാൾ ചെയ്യണം. അതുപോലെ തന്നെ നമ്മൾ ഓഫീസിലെ സിസ്റ്റത്തിലും ഈ ഇൻസ്റ്റാൾ ചെയ്തിരിക്കണം. ഇതിന് നമുക്ക് ഈ anydesk.com എന്ന വെബ്സൈറ്റിൽ പോയി ഈ ഡൗൺലോഡ് ചെയ്ത് ഇൻസ്റ്റാൾ ചെയ്യാവുന്നതാണ്. ഓക്കെ, ഇനി നമുക്ക് ഈ ആപ്ലിക്കേഷനിലേക്ക് പോകാം. ആപ്ലിക്കേഷൻ്റെ വ്യൂ ഇതാണ് നമ്മൾ കാണുന്നത്. ഈ കാണുന്ന വ്യൂ ആണ് ആപ്ലിക്കേഷന് വരുന്നത്. അപ്പോൾ ഇതിൽ നമുക്ക് കാണാം ഒരു അഡ്രസ്സ് കാണാം. ഈ അഡ്രസ്സ് എന്ന് പറയുന്നത് നമ്മളുടെ സിസ്റ്റത്തിൻ്റെ അഡ്രസ്സാണ്. ഓക്കെ, നമ്മളുടെ സിസ്റ്റത്തിന് ഏതാണോ നമ്പർ അസൈൻ ചെയ്തിട്ടുള്ള ആ അഡ്രസ്സാണ് ഈ കാണുന്നത്. അപ്പോൾ ഈ സിസ്റ്റവും ഇതിൻ്റെ പാസ്വേഡും ഉണ്ടെങ്കിൽ നമുക്ക് ഈ സിസ്റ്റം ഡെസ്ക്ടോപ്പ് നമ്മൾ എങ്ങനെയാണോ നമ്മൾ വീട്ടിലിരുന്ന് നമ്മളുടെ ഡെസ്ക്ടോപ്പ് ആക്സസ് ചെയ്യുന്നത്, അതേപോലെ നമുക്ക് റിമോട്ടായിട്ട് ഇരുന്ന് ആക്സസ് ചെയ്യാൻ പറ്റും. ഓക്കെ, ഇപ്പോൾ നമുക്ക് റിമോട്ട് വർക്കൊക്കെ അവൈലബിൾ ആയ ഒരു സമയം ആയതുകൊണ്ട് ഇത് നല്ലതാണ്. പിന്നെ നമുക്കിവിടെ ന്യൂ എന്നുള്ളിടത്ത് കാണുന്നത് ജസ്റ്റ് അതിനെ സൈറ്റിനെ കുറിച്ചിട്ടൊക്കെ ഉള്ളത്. അപ്പോൾ ഇവിടെ നമുക്ക് ഈ അഡ്രസ് ബുക്കിനകത്ത് നമുക്ക് അറിയാവുന്ന അല്ലെങ്കിൽ നമ്മുടെ ഓഫീസിലത്തെ സിസ്റ്റത്തിൻ്റെ നമ്പർ നമ്മൾ ടൈപ്പ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ എന്നിട്ട് എൻ്റർ കൊടുത്താൽ അത് കണക്റ്റ് ആവുന്നതാണ്. അപ്പോൾ സെക്യൂരിറ്റി ചെക്ക് ഉണ്ട്, സെക്യൂരിറ്റി വാർണിംഗ് ഉണ്ട്. നമ്മൾ ആരെങ്കിലും ആക്സസ് കൊടുത്താൽ മാത്രമാണ് ഈ സിസ്റ്റം കണക്റ്റ് ആവുകയുള്ളൂ. അതല്ലാണ്ട് വെറുതെ നമ്മൾ കൊടുത്താൽ മാത്രം വെറുതെ ജസ്റ്റ് നമ്പർ അടിച്ച് എൻ്റർ കൊടുത്താൽ ആക്സെപ്റ്റ് ആവുന്നതല്ല. അപ്പോൾ നമ്മൾ അങ്ങനെ ആക്സെപ്റ്റ് കൊടുത്തു കഴിഞ്ഞാൽ, ഞാനിപ്പോൾ എൻ്റെ ഫോണിലാണ് കണക്ട് ചെയ്തത്. അപ്പോൾ അങ്ങനെ ആക്സെപ്റ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കണക്ഷൻ ആയി കഴിഞ്ഞാൽ നമുക്ക് കാണാം ഓക്കെ, ഇതാണ് നമുക്ക് ഇപ്പോൾ എൻ്റെ ഫോണിൻ്റെ ഡെസ്ക്ടോപ്പ് എന്താണോ അത് നമുക്കിവിടെ കാണാൻ കഴിഞ്ഞു. അപ്പോൾ ഇതിൽ ചെറിയ സെറ്റിങ്സ് ഒക്കെ ഉണ്ട്. അപ്പോൾ സെറ്റിങ്സ് എന്താണെന്ന് വെച്ചാൽ, നമ്മളെപ്പോഴും വ്യൂ കൊടുക്കുമ്പോൾ ഇവിടെ ഒരു മെനു ഉണ്ട്. അവിടെ നമുക്ക് സ്ക്രീൻ എടുക്കാം. ഇവിടെ നമുക്ക് ആക്ഷൻസ് ഉണ്ട്, കൺട്രോൾ ഓൾട്ട് ഡിലീറ്റ്. ഇതെല്ലാം റിമോട്ട് സിസ്റ്റത്തിൻ്റേതാണ് വരുന്നത്. റീസ്റ്റാർട്ട് ഇതെല്ലാം ഇപ്പോൾ മൊബൈലാണ് ആക്സസ് ചെയ്തത്, അപ്പോൾ അതുകൊണ്ട് വരുന്നില്ല. പിന്നെ കീബോർഡ് ഉണ്ട്, ട്രാൻസ്മിഷൻ ഓഫ് സൗണ്ട്, മറ്റുള്ള കാര്യങ്ങൾ. പിന്നെ അതുപോലെ റെക്കോർഡിങ് നമുക്ക് ചെയ്യാൻ പറ്റും. പിന്നെ അതുപോലെ ഡിസ്പ്ലേ സെറ്റിങ്സിൽ ഒറിജിനൽ ഷ്രിങ്ക് ഉണ്ട്, നമുക്ക് ഒറിജിനൽ കൊടുക്കുക. അതുപോലെ തന്നെ ഡിറ്റക്റ്റ് കണക്ഷൻ സ്പീഡ്, ക്വാളിറ്റി നമുക്ക് ആക്സസ് ചെയ്യാം, വീഡിയോ സ്ക്രീനിൻ്റേത്, ബാലൻസ്ഡ്, അങ്ങനെയൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ അതിനനുസരിച്ചിട്ട് അതൊക്കെ ഓരോരോ മെനൂസാണ്. പിന്നെ അതുപോലെ ഷോ റിമോട്ട് കഴ്സർ ആൻഡ് ഫോളോ റിമോട്ട് കഴ്സർ, ഫോളോ റിമോട്ട് വിൻഡോ ഫോക്കസ് എന്ന് കൊടുത്തു കഴിഞ്ഞാൽ, നമ്മൾ ഡെസ്ക്ടോപ്പാണ് ഉപയോഗിക്കുന്നതെങ്കിൽ ഇത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ എന്താണോ നമുക്ക് സാധാ നമ്മുടെ റിമോട്ട് ഡെസ്ക്ടോപ്പിൽ കാണുന്ന അതേ സെയിം ക്ലാരിറ്റി കൺഫിഗറേഷനിൽ നമുക്ക് ഇവിടെ ഇരുന്നുകൊണ്ട് നമുക്ക് ഈ പറഞ്ഞ സിസ്റ്റമൊക്കെ ആക്സസിബിൾ ആയിട്ട് നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ ഇത്തരത്തിലാണ് നമ്മൾ ഇത് ഉപയോഗിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഈ ആപ്ലിക്കേഷൻ വളരെ വളരെ ഉപകാരപ്രദമായിട്ടുള്ളതാണ്. നമുക്ക് റിമോട്ടായിട്ട് വർക്കും കാര്യങ്ങളൊക്കെ ചെയ്യാം. നമുക്ക് മറ്റ് ഡേറ്റ എൻട്രിയോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് സെയിം പോലെ തന്നെ ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കേണ്ടതാണ് ഈ വെബ്സൈറ്റ്. അപ്പോൾ അതുപോലെ ഫയൽ ഷെയറിങ്ങും കാര്യങ്ങളെല്ലാം ഇതിൽ വരുന്നതാണ്. അതൊക്കെ നമുക്ക് ഉപയോഗിച്ച് പരിചയപ്പെടാവുന്നതാണ്. അപ്പോൾ അതെല്ലാം നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കേണ്ടതാണ്. ഓക്കെ, താങ്ക് യു. സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. ഓക്കെ, താങ്ക് യു വെരി മച്ച്.